എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ ഒരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ക്ലാസ് അല്ല, നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന്, അതായത് 11-ാം തീയതി നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിശകലനം ചെയ്യുകയാണ്. ആ വിശകലനം ചെയ്യുന്നതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടീച്ചർ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞങ്ങ് പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിടപ്പുണ്ട്, ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. അതിനുശേഷം ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ടാവില്ല. അത് നിങ്ങൾ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട, ഉണ്ടാവില്ല. ടീച്ചർ അല്ലാതെ പറയുകയായിരിക്കും ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ എടുത്തു വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിടപ്പുണ്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ ക്യാമറ, മൈക്ക്, ഇത് രണ്ടും നമുക്ക് ഹാനികരമാണ്. ഇത് രണ്ടും നിങ്ങൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പലരും അല്ലെങ്കിൽ ഓൺ ആക്കി ഇടുമ്പോൾ അതൊക്കെ മറ്റു പലരും കാണാനിടയാവും. അതിനെക്കുറിച്ചുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരുപാട് ആളുകളുള്ള ഒരു മീറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ മൈക്ക് ഓൺ ആക്കിയിട്ടെങ്ങും പോകാതിരിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ അവിടെ നിന്ന് റിമൂവ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് തിരിച്ച് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ദയവായിട്ട് അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ശ്രീവിദ്യ ടീച്ചറിനെ ആ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. തുടങ്ങാൻ ടീച്ചറെ നമുക്ക്. ഓക്കെ. അപ്പോഴേ ഞാൻ സാറ് പറഞ്ഞു ഗ്രൂപ്പ് ഇത് സ്ക്രീൻ ഷെയർ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു അക്കാര്യത്തിലൊക്കെ ഇത്തിരി പുറകോട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ എഴുതി അയച്ചു തന്നത്. ഇന്നിപ്പോ അതുപോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് സാർ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യത്തില് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പെഡഗോഗിക് പോർഷൻസ് ഒന്നും അധികം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിൽ കൂടുതൽ പേരും ചിലപ്പം TTC ഒക്കെ കഴിഞ്ഞ ആളുകളായിരിക്കും. അപ്പം അന്ന് ഇത്രമാത്രം ഈ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നിരിക്കത്തില്ല. അതുകൊണ്ടായിരുന്നിരിക്കാം എന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ അതിന് പോകുമ്പോൾ അതും കൂടെ കുറച്ച് കാര്യമായിട്ട് നോക്കിയിട്ട് തന്നെ പോകണം. അപ്പൊ നമുക്ക് നോക്കാം. ഒരു 30 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ ഒന്ന് പറയാം. താഴെ പറയുന്നവയിൽ ഡോക്ടർ സാലിം അലി രചിച്ച പുസ്തകം ഏത് എന്നും പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഇന്ത്യയിലെ പക്ഷികൾ. ഇന്ത്യയിലെ പക്ഷികൾ എന്ന് പറയുന്ന പുസ്തകമാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. അദ്ദേഹത്തിന്റെ പുസ്തകം ഇതൊക്കെയാണ്: ദ ബുക്സ് ഓഫ് ഇന്ത്യൻ ബേർഡ്സ്. സലീം അലിയുടെ പുസ്തകമാണ് ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ്, ബേർഡ്സ് ഓഫ് കേരള, ദ ഫോൾ ഓഫ് എ സ്പാരോ. അതെന്താണ് അദ്ദേഹത്തിന്റെ ദ ഫോൾ ഓഫ് എ സ്പാരോ? ഒരു കുരുവിയുടെ പതനം. ആത്മകഥ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സലീം അലിയുടെ ആത്മകഥയാണ് ദ ഫോൾ ഓഫ് എ സ്പാരോ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം. എന്നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം? നവംബർ 12 അത് സലീം അലിയുടെ ജന്മദിനം കൂടിയാണ് അന്നത്തെ ദിവസമേ. അത്രയും കാര്യങ്ങൾ അതൊന്ന് നോക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് വേർഡ്സ് ഫോർ ബേർഡ്സ് എന്ന് പറയും. വേർഡ്സ്, WORDS, വേർഡ്സ് ഫോർ ബേർഡ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പിന്നെ എ ബേർഡ് ഐ വ്യൂ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പിന്നെ കിളിമൊഴി, പക്ഷികൾക്ക് വേണ്ടി 35 ഭാഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. എഴുതണമെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ. ദ ബുക്സ് ഓഫ് ഇന്ത്യൻ ബേർഡ്സ്, ബേർഡ്സ് ഓഫ് കേരള, ദ ഫോൾ ഓഫ് എ സ്പാരോ, വേർഡ്സ് ഫോർ ബേർഡ്സ്, വേർഡ്സ് ഫോർ ബേർഡ്സ്, എ ബേർഡ്സ് ഐ വ്യൂ, ദെൻ കിളിമൊഴി, ഒരു ഹൈഫൻ ഇട്ടിട്ട് പക്ഷികൾക്ക് വേണ്ടി 35 ഭാഷണങ്ങൾ. കേരളത്തിലെ പക്ഷികൾ എന്ന പേരിൽ മറ്റൊരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആരാണെന്നറിയാമോ? കേരളത്തിലെ പക്ഷികൾ. ഇന്ദുചൂടൻ. അദ്ദേഹത്തിന്റെ തന്നെ കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന പുസ്തകം ഇന്ദുചൂടൻ അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. പിന്നെ അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ 2025 പരിസ്ഥിതി ദിന പ്രമേയം. എന്തോ ഉത്തരം ഏതിന്റെയാണ്? ഇന്ത്യയിലെ പക്ഷികൾ. ഇന്ത്യയിലെ പക്ഷികൾ. പിന്നെ അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ 2025 പരിസ്ഥിതി ദിന പ്രമേയം. ഏതാണ്?
പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കാന്നാണ് ടീച്ചറെ. അതെ അതെ, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കാം 2025. അപ്പൊ നമ്മളത് ഒരുപാട് വർഷങ്ങളിലേത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി ദിന പ്രമേയമായിരുന്നു അത്, പരിസ്ഥിതി ദിനത്തിന് കൊടുത്തതാണ്. പിന്നെ ഓരോ വർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ ഇയേഴ്സും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 2010 മുതൽ 2025 വരെയുള്ള പരിസ്ഥിതി ദിന ഇന്റർനാഷണൽ ഇയേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതവര് പിന്നെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം ചോദിച്ചിരിക്കുന്നതാണ്. സ്ക്രീൻ ഷെയറിംഗ് ഇല്ല സാർ, ഇത് പറഞ്ഞിരുന്നു നിങ്ങൾ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യില്ല. അപ്പം ഐക്യരാഷ്ട്രസഭയുടെ 2025 പരിസ്ഥിതി ദിന പ്രമേയമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കാം. മൂന്നാമത്തേത്, താഴെ പറയുന്നവയിൽ ഏകവർഷിക്ക് ഉദാഹരണം. ഏകവർഷി എന്ന് പറഞ്ഞാൽ ആനുവൽസ് ഏതാണ്? പാവലാണ്. ഏകവർഷി എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട്, ഒരു വർഷത്തിനകത്തില് ചെടിയുടെ സീഡ് കിളിച്ച് ചെടി വളർന്ന് വലുതായി അതിനകത്ത് പൂവും കായും ഉണ്ടായി ആ ചെടി അവസാനിക്കുക, അതവിടെ നശിച്ചു പോവുകയാണ്. അതാണ് ആനുവൽസ് അല്ലെങ്കിൽ ഏകവർഷി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പാവല്, പടവലം, ബന്ദി, സൂര്യകാന്തി, അതായത് ഒരു വർഷം കൊണ്ട് ആ ചെടി കിളിച്ച് പുഷ്പിച്ച് അത് നശിച്ചു പോകുന്നു. അങ്ങനെയുള്ള ചെടികൾക്കാണ് ഏകവർഷികൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് പാവലാണ്. പിന്നെ ബാക്കി അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ചേന, ചേമ്പ്, അതൊക്കെയാണ്. ആ ചേന, ചേമ്പൊക്കെ എന്താണ്? ദ്വിവർഷികളാണ്. പക്ഷി നിരീക്ഷണ ദിനം എന്ന് പറയുന്നത് ടീച്ചറെ നവംബർ 12. ഇഞ്ചി ദ്വിവർഷിയാണോ? അതെ അതെ, ഇഞ്ചി ദ്വിവർഷിയാണ്. അതായത് ഒരു വർഷം, എന്താണ് ദ്വിവർഷി എന്ന് പറയുന്നത് വെച്ചാൽ ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്യും? വളർച്ച പൂർത്തിയാക്കും. അടുത്ത വർഷം അത് പൂവിടും അതിനകത്തില്, എന്നിട്ട് അത് നശിച്ചു പോകും. അതാണ് ദ്വിവർഷി. നമ്മൾ ഇഞ്ചി കിളയ്ക്കാതെ, ഇഞ്ചി പറിച്ചെടുക്കാതെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ അത് അടുത്ത വർഷം ആകുമ്പോൾ വീണ്ടും അതിനകത്ത് നിന്ന് കിളിക്കും, അത് പൂത്ത് അത് നാശമായിട്ട് പോവുകയും നശിച്ചു പോവുകയും ചെയ്യും. ഇഞ്ചിയൊക്കെ ദ്വിവർഷികളാണ്, ബൈനിയൽസ് ആണ്. അടുത്ത ഒന്നും കൂടെ ഉണ്ട്, എന്താണ് പെരിനിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഷങ്ങളോളം നിലനിൽക്കുക. നമ്മുടെ മാവ്, പ്ലാവ്, പുളി, ഇതൊക്കെ എന്താണ്? പെരിനിയൽസ് ആണ്. അപ്പൊ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തിലെ ആൻസർ പാവൽ എന്നുള്ളതാണ്. ഓക്കെ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ആണ്. INS വിക്രാന്ത്. ഓക്കെ. പിന്നെ പൊള്ളലേറ്റാൽ ചെയ്യാവുന്ന പ്രഥമ ശുശ്രൂഷ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? തണുത്ത വെള്ളം ഒഴിക്കുക. തണുത്ത വെള്ളം ഒഴിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. നമ്മൾ വീട്ടില് പൊള്ളലുണ്ടാകുമ്പം എന്ത് ചെയ്യും? തേൻ പുരട്ടും. അതല്ല എങ്കിൽ എന്താ പറയുന്നത്, ചിലർ പേസ്റ്റ് എടുത്ത് പുരട്ടുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പലരും പറയും പൊള്ളുന്നുടനോടെ പേസ്റ്റ് പുരട്ടിയാൽ മതി എന്ന് പറയും. അല്ല, അതൊന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? തണുത്ത വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, അവിടെ പറ്റി പിടിച്ചിരിക്കുന്ന തുണി, ഈ തുണിയൊക്കെ വെച്ചിട്ടാണ് പൊള്ളലേറ്റിരിക്കുന്നതെങ്കിൽ അതൊന്നും അവിടെ നിന്ന് വലിച്ചിളക്കാൻ നിൽക്കരുത്. അവിടെ ഉണ്ടായിരിക്കുന്ന കുമിളകളൊന്നും പൊട്ടിക്കാൻ നിൽക്കരുത്. ഇതൊന്നും ചെയ്യരുത് പൊള്ളലേറ്റാൽ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, വേറെ കുറേയധികം നമ്മുടെ പുസ്തകത്തിനകത്തുള്ളൊരു പ്രഥമ ശുശ്രൂഷ, എപ്പോഴും പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പിന്നെ കേട്ടിട്ട് ചോദിക്കാറുണ്ട്. അതിനകത്തിൽ നിങ്ങളുടെ ഇതിനകത്തിൽ ആ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഷോക്ക് ഏറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുറിവിന്റെ പറഞ്ഞിട്ടുണ്ട്. ആ മുറിവെന്ന് പറയുന്നതിന് തുറന്ന മുറിവ്, മുറിവുകൾ 2 വിധത്തിലുണ്ട്. അടഞ്ഞ മുറിവുമുണ്ട്, തുറന്ന മുറിവുമുണ്ട്. അപ്പൊ മുറിവ് തുറന്ന മുറിവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നും ഉളുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നും നിങ്ങളുടെ ആ പുസ്തകത്തിനകത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ നോട്ട്സ് അയച്ചും തന്നിട്ടുണ്ട്, എന്താണ് പ്രഥമ ശുശ്രൂഷ ഓരോ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് പറയണ്ടല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയാണെന്ന്. ഓരോ അപകടങ്ങൾക്കുണ്ടാകുന്ന പ്രഥമ ശുശ്രൂഷയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പറയണ്ടല്ലോ. പോട്ടെ, ഞാൻ അടുത്തതിലേക്ക്. ഓക്കെ ടീച്ചർ.
അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 1-2 വർഷം ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു പോർഷനാണ്, ചെറിയ കോൺട്രവേഴ്സി വന്നിട്ടുള്ള ഒരു പോർഷനാണത്. അപ്പൊ അതുകൊണ്ട് അതും തന്നിരിക്കുന്ന നോട്ട്സിലുണ്ട്. എന്നാൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം. രോഗാണുമുക്തമായ ഗോസ്, ദെൻ ഗ്ലൂക്കോസ്, പഞ്ഞി, തെർമോമീറ്റർ, ടോർച്ച്, റോളർ ബാൻഡേജ്, കത്രിക, പിന്നുകൾ, സൂചി, സ്ലിങ്, ടൂർണിക്ക, ഇലാസ്റ്റിക് ബാൻഡേജ്, സ്പിരിറ്റ് അല്ലെങ്കിൽ ഡെറ്റോൾ, ഇത്രയും സാധനങ്ങളാണ് പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ വേണ്ടുന്നത് എന്നും പറഞ്ഞിട്ട് DLEDന്റെ സ്റ്റഡി മെറ്റീരിയലിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ കറക്റ്റ് ആയിട്ട് നോക്കിപ്പോയിക്കാണ്. ആ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്ന ഭാഗം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, അത് നോക്കണം. ഒരു ക്വസ്റ്റ്യൻ അവിടുന്ന് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. അടുത്തതും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പകരാത്ത രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈഫോയിഡ്, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് എന്നുള്ളതാണ് പ്രമേഹം. ഇൻഫ്ലുവൻസ, ദെൻ ക്ഷയം, ഏതാണ് പകരാത്തത്? പ്രമേഹം. അതും പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പൊ പ്രമേഹം പകരത്തില്ല, ദെൻ ക്യാൻസർ പകരത്തില്ല, അല്ലെ? ദെൻ ബ്ലഡ് പ്രഷർ പകരത്തില്ല. ഇതൊന്നും പകരത്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അല്ലാതെ ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, പകരാത്തത് എന്നാണ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയാണ്. പിന്നെ താഴെ പറയുന്ന പ്രത്യേകതകൾ ഉള്ള ഗ്രഹം, നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രഹങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ പറഞ്ഞിട്ടുണ്ട് വലുപ്പത്തിൽ 2ാം സ്ഥാനം. ദെൻ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാം, ചുറ്റും വലയങ്ങളുണ്ട്, പ്രധാന ഉപഗ്രഹം ടൈറ്റൻ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? അപ്പൊ അതേതാണ്? ശനിയാണ്, അല്ലെ? നമ്മൾ എഴുതിയിട്ടുണ്ട് വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്. അപ്പൊ വലിപ്പത്തിൽ 1ാം സ്ഥാനമുള്ള ഗ്രഹം ഏതാ? വ്യാഴമാണ്. വലിപ്പത്തിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. വ്യാഴവും ഇമ്പോർട്ടന്റ് ആണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. പിന്നെ വ്യാഴത്തിന്റെ ഏറ്റവും വലിപ്പമേറിയ ഉപഗ്രഹങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗാനിമീഡ്, അയോ, യൂറോപ്പ, കാലിസ്റ്റോ, അങ്ങനെ പറയുന്ന 4 ഉപഗ്രഹങ്ങൾ വ്യാഴത്തിൻ്റെതുണ്ട്. ഇവയെ നമ്മൾ എന്താ വിളിക്കുന്നതെന്ന് പറഞ്ഞു? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗത്തെ. ഇപ്പൊ സൗരയൂഥത്തില് ആ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? വെരി ഗുഡ്, ഗാനിമീഡ് ആണ് കേട്ടോ. എന്താ പറയുക, ഗലീലിയൻ ഉപഗ്രഹങ്ങൾ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഗലീലിയൻ, ഏത് ഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം വ്യാഴത്തിൻ്റെതാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങള്. ആ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഗാനിമീഡ്, അയോ, യൂറോപ്പ, കാലിസ്റ്റോ. അതിൽ ഗാനിമീഡ് എന്ന് പറയുന്ന ഉപഗ്രഹമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. പിന്നെ പറഞ്ഞിട്ടുണ്ട് ശനിയെ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം, ചുറ്റും വലയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? മനോഹരമായ വലയങ്ങൾ ഉണ്ടെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട് പ്രധാന ഉപഗ്രഹം ടൈറ്റൻ ആണെന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ശനിക്ക് മൊത്തത്തിൽ 53 ഉപഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ ആണ്. ഈ ടൈറ്റൻ ഒരു നിക്നെയിം ഉണ്ട്, അതെന്താണ്? ടീച്ചറെ ടൈറ്റൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രധാന ഉപഗ്രഹം ടൈറ്റൻ ആണ്, ശനിയുടെ. ഈ ടൈറ്റൻ എന്ന് പറയുന്ന ഉപഗ്രഹത്തിന് ഒരു പേരിൽ അറിയപ്പെടും. എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുള്ളവർക്കറിയാം. എന്താണ്? ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ടൈറ്റൻ ആണ്. ഓക്കെ, അപ്പൊ അത് അത്രയും. പിന്നെ ചുവന്ന ഗ്രഹം ഒന്ന് ഓർമ്മിപ്പിക്കാം. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. അത് എന്താണ് പറയുന്നത്? അതിന്റെ ഉപരിതലത്തിലുള്ള ഇരുമ്പിന്റെ അംശം കൊണ്ടാണ് അതിന് ചുവപ്പ് നിറമുണ്ടാകുന്നത്. ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഫോബോസും ഡെമോസുമാണ്. അതിൽ ഫോബോസ് അറിയപ്പെടുന്ന പേര് കറുത്ത ചന്ദ്രൻ എന്നാണ്. കറുത്ത ചന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ,
നമ്മുടെ യുറാനസ് എന്ന് പറയുന്ന ഗ്രഹത്തിനും എന്തോ ഉണ്ട്, നേർത്ത വളയങ്ങളുണ്ട് കേട്ടോ. ശനിക്ക് മനോഹരമായ വളയങ്ങൾ ഉണ്ടെന്ന് പറയുമ്പം യുറാനസിന് വളരെ നേർത്ത വളയങ്ങൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാറ്റുള്ള ഗ്രഹം ഏതാണ്, കൊടുങ്കാറ്റുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ. ഇതേപോലെ പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചതാണ് നെപ്റ്റ്യൂൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് യോജിക്കുന്നത് ഏത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുങ്കാറ്റുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ബാക്കി കൊടുത്തിരുന്ന ഓപ്ഷൻസ് എല്ലാം തെറ്റായിരുന്നു. അതിനകത്തിൽ കൊടുങ്കാറ്റുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ എന്ന് കൊടുത്തിരുന്നതായിരുന്നു ആ ക്വസ്റ്റ്യനകത്തിലെ ശരിയായ ഉത്തരം. ഓക്കെ, അപ്പൊ ആ ഭാഗം നന്നായിട്ട് നോക്കിക്കൊണ്ടു പോകണം. പിന്നെ താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസുകൾ കാണപ്പെടുന്ന വിഭാഗം ഏറ്റവും കൂടുതൽ ഏതാണ്? ബാക്ടീരിയകളാണോ, സസ്യങ്ങളാണോ, നട്ടലുള്ള ജീവികളാണോ, നട്ടലില്ലാത്ത ജീവികളാണോ? സസ്യങ്ങളാണ്. അപ്പൊ ആരോ ചോദിച്ചിരിക്കുന്നു ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഒന്നും കൂടെ പറയുമോ എന്ന്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഗാനിമീഡ് എഴുതിക്കോണേ. ആരാ ചോദിച്ചതെന്ന് വെച്ചാൽ വേഗം എഴുതിക്കോണേ. ഗാനിമീഡ്, IO എന്ന് IO, ദെൻ യൂറോപ്പ, കാലിസ്റ്റോ, യൂറോപ്പ കാലിസ്റ്റോ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസുകൾ സസ്യങ്ങളാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വർഗങ്ങൾ സസ്യങ്ങളാണ്. ഇനി അടുത്തത്, വീടുകളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് ഇലക്ട്രിസിറ്റി ബില്ലുകളിൽ രേഖപ്പെടുത്താറുള്ള യൂണിറ്റ് ഏതാണ്? നമ്മുടെ ഇലക്ട്രിസിറ്റി കിലോവാട്ട് അവർ, അതായത് കിലോവാട്ട് പെർ അവർ എന്നുള്ളതാണ് എത്ര യൂസ് ചെയ്തു എന്നുള്ളതാണ്. കിലോ കാലറി എന്തിന്റെയാണ്? എനർജിയുടെയാണ്. എനർജി, കിലോ കാലറി എനർജി. പിന്നെ 5E അന്വേഷണാത്മക പഠന രീതിയുടെ ഘട്ടം അല്ലാത്തത് കിലോവാട്ട് അവർ. കിലോവാട്ട് അവർ നേരത്തെ പറഞ്ഞതോ? കിലോ കാലറി ആണോ ടീച്ചറെ? കിലോ കാലറി എന്ന് പറഞ്ഞാൽ ഊർജത്തിന്റെ അളവ്, ഊർജം. സസ്യങ്ങൾ ടീച്ചർ നേരത്തെ പറഞ്ഞ ഉത്തരം. അതെ അതെ, സ്പീഷീസുകൾ സസ്യങ്ങളാണ്. നമുക്ക് ആലോചിക്കാവുന്ന കാര്യമല്ലോ. നമ്മുടെ ചുറ്റിനും എന്തോരം തരത്തിൽ സ്പീഷീസിലാണ് സസ്യങ്ങളുള്ളത്. ടീച്ചറെ, ഏറ്റവും കൂടുതൽ ലോകത്തിലുള്ള ജീവികൾ ഏതാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള ജീവികൾ ഏതാണെന്നോ? അതെന്തുവാ അങ്ങനെ ഒരു ചോദ്യം? എന്താ ഉദ്ദേശിച്ചത്? ആ ചോദ്യം എനിക്ക് വ്യക്തമായില്ല കേട്ടോ. ഇത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്പീഷീസുകൾ കാണപ്പെടും. ജീനസും വെർഷൻസ് അല്ലേ? ഏ, സ്പീഷീസ് എന്ന് പറഞ്ഞ വെർഷൻസ് അല്ലേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എന്താ പറയുക, ജീനസും സ്പീഷീസ് എന്റെ വർഗീകരണത്തിൽ വരുന്നതല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ വിഭാഗത്തിലുള്ളത് ഇപ്പം എന്താ പറയുന്നത്, പക്ഷികൾ എന്ന് പറയുന്നത് തന്നെ എത്രയോ വിഭാഗങ്ങളുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ സ്പീഷീസുകൾ ഉള്ളത്. എനിക്ക് ഷഡ്പദങ്ങളാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതാണ് നട്ടല്ലാത്ത ജീവികളാണോ എന്നുള്ളത്. അല്ലല്ല, സസ്യങ്ങളാണ്. അല്ലല്ലേ? മേഡം, അതിലൊരു ടീച്ചർ ഒരു സംശയമുണ്ട്. അതില് നട്ടലില്ലാത്ത ജീവികളാണെന്നുള്ളതാണ് നെറ്റിൽ നോക്കിയപ്പോഴും കണ്ടത്. ഞാനും സെർച്ച് ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. ഷഡ്പദങ്ങളാണ് ഏറ്റവും കൂടുതലുള്ള ജീവികൾ. അപ്പൊ ഷഡ്പദങ്ങൾ എന്ന് പറയുന്നത് നട്ടലില്ലാത്ത ജീവികളാണ്. അതുകൊണ്ട് അതിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതൊന്ന് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തോളാമേ. കൺഫേം ചെയ്തിട്ട് ഞാനത് സാറിനോട് പറഞ്ഞേക്കാം കേട്ടോ. താങ്ക് യു. ഓക്കെ. പിന്നെ വീടുകളിൽ ഉപയോഗിച്ച, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാന് റെക്ടിഫൈഡ് കീ നോക്കിയിട്ടില്ല കേട്ടോ. ഞാനത് നോക്കിയിട്ട് പറയാം. റെക്ടിഫൈഡ് കീ അല്ല, ദെൻ ആരെങ്കിലും ഇതിനകത്ത് വരുന്ന കീസ് ഞാൻ നോക്കിയിട്ട് പറയാം. അവരെ കീ ഇഷ്യൂ ചെയ്യും ടീച്ചറെ, അത് വെച്ച് നമുക്ക് വെരിഫൈ ചെയ്യാം. അതിനി വരത്തതേ ഉള്ളൂ. അതെ, അത് വരത്തതേ ഉള്ളൂ. നമുക്ക് നോക്കാം, കുഴപ്പമില്ല. പിന്നെ വീടുകളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവെന്ന് പറഞ്ഞാൽ കിലോവാട്ട് അവർ ആണ്. പിന്നെ അടുത്തത് 5E അന്വേഷണാത്മക പഠന രീതിയുടെ അതിന്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലായിരുന്നോ? അത് കിലോ കാലറി. അത് എനർജി.
ഊർജത്തിന്റെ യൂണിറ്റ് ആണ് കിലോ കാലറി. അത് നിങ്ങൾ പോഷകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത് പോഷകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിൽ നിങ്ങൾ അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഓരോന്നിനകത്ത് നിന്ന് എത്ര ഊർജം ലഭിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? ആ, കിലോ കാലറിയാണ് ഊർജത്തിന്റെ യൂണിറ്റ്. ധാന്യകത്തിൽ നിന്ന് നമുക്ക് 4 കിലോ കാലറി ഊർജമാണ് ലഭിക്കുന്നത്. നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും, വേണമെങ്കിൽ എഴുതിക്കോളൂ ഒന്ന്. കിലോ കാലറി ഊർജത്തിന്റെ യൂണിറ്റ് ആണ്. 4 കിലോ കാലറി ഊർജമാണ് ധാന്യകത്തിൽ നിന്നായാലും മാംസ്യത്തിൽ നിന്നായാലും പ്രോട്ടീനകത്തിൽ നിന്ന് 4 കിലോ കാലറി എന്നാണ് ഈ സ്റ്റഡി മെറ്റീരിയലിൽ പറഞ്ഞത്. ചെറിയൊരു വ്യത്യാസം, ഒരു പോയിന്റിന്റെ വ്യത്യാസം പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏതാണ്? പോഷകം ഏതാണ്? കൊഴുപ്പാണ്. കൊഴുപ്പ് 9 കിലോ കാലറിയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 9 കിലോ കാലറിയാണ് കൊഴുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഊർജം. ഓക്കെ, ഇനി 5E അന്വേഷണാത്മക പഠന രീതിയുടെ ഘട്ടം അല്ലാത്തത് എൻകൗണ്ടർ, എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ. ഏതാണ്? എൻകൗണ്ടർ. അപ്പൊ ഏതൊക്കെയാണ് 5E? എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്, ഇവാലുവേറ്റ്. എക്സ്റ്റെൻഡ് ആൻഡ് ഇവാലുവേറ്റ്. അത് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും. അതും ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 5E. അത് മറന്നു പോകണ്ട, ഒട്ടും മറന്നു പോകണ്ട. ഏതൊക്കെയാണുള്ളത്? എൻഗേജ് ഉണ്ട്. എൻഗേജ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടിയെ പ്രവർത്തനം ഏറ്റെടുക്കാൻ അധ്യാപിക ചെയ്യുന്ന ഒന്നാമത്തെ ഘട്ടമാണ് എൻഗേജ് എന്ന് പറയുന്നത്. 2 എക്സ്പ്ലോർ എന്താണ്? കുട്ടി ആ വന്ന പ്രോബ്ലത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ കുട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഘട്ടമാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ എന്താണ്? ആശയവിനിമയം ചെയ്യണം. അവൻ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങളെ ആശയവിനിമയം ചെയ്യുന്ന ഘട്ടമാണ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഘട്ടം ഏതാണ്? പിന്നെന്താണ്? എക്സ്റ്റെൻഡ്. ഇലാബറേറ്റ് ഓർ എക്സ്റ്റെൻഡ് എന്ന് തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഘട്ടം. അതായത് അവന് എക്സ്പ്ലോർ ചെയ്ത് ഒരു സാധനം കണ്ടെത്തി അതിനെ അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിന് എന്ത് കൊടുക്കുന്നു? തുടർ പ്രവർത്തനം കൊടുക്കുന്നു. ആ തുടർ പ്രവർത്തനം കുട്ടിക്ക് ഏറ്റെടുക്കാൻ പറ്റണം. അതാണ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ ഇവാലുവേറ്റ്. അവനെ വിലയിരുത്തുന്ന ഘട്ടമാണ് ഇവാലുവേറ്റ്. അടുത്തത് എന്താണ്? ക്ലാസ്സിലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായി ഉപയോഗിക്കാവുന്ന പഠന ഉപകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? സ്ലൈഡ് പ്രസന്റേഷൻ, കാർട്ടൂൺ, ഇമ്പോസ്ഡ് മാപ്പ്, ആനിമേഷൻ. എംബോസ്ഡ് മാപ്പ്. അതായത് അവന് തൊട്ടു നോക്കി അറിയാൻ പറ്റണം അല്ലേ? അവന് തൊട്ടു നോക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ് എംബോസ്ഡ് മാപ്പിലുള്ളത്. പിന്നെ മിസോറാമിലെ തനത് നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മിസോറാമിലെ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ല, പക്ഷെ ബാക്കി 3 നമ്മൾക്ക് അറിയാവുന്നതാണ് അല്ലേ? എന്തോ? പറഞ്ഞതിന്റെ ഉത്തരം എംബോസ്ഡ് മാപ്പ്. എംബോസ്ഡ് മാപ്പ് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന പഠനോപകരണമാണ് എംബോസ്ഡ് മാപ്പ്. മിസോറാമിലെ തനത് നൃത്തരൂപം ഞാൻ പറഞ്ഞു. മിസോറാം എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ ബാക്കി നമുക്കറിയാം. കുച്ചിപ്പുടി എവിടുത്തെയാ? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. നമ്മൾ ഒരു പോർഷൻ പഠിച്ചൊരു ഭാഗമാണിത്. ആന്ധ്രാപ്രദേശ്. യക്ഷഗാനം കർണാടകം. ഭരതനാട്യം തമിഴ്നാട്. ദെൻ കേരളത്തിൻ്റെത് പറയുമ്പോൾ ഈ യക്ഷഗാനം കേരളത്തിന്റെ വടക്കൻ സൈഡിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. കണ്ണൂർ, കാസർഗോഡ് സ്ഥലങ്ങളിൽ യക്ഷഗാനം പോകുന്നുണ്ട്. അല്ലാതെ കേരളത്തിൻ്റെത് ചോദിച്ചാൽ മോഹിനിയാട്ടം, ദെൻ കഥകളി, ഇതൊക്കെ കേരളത്തിന്റെ നൃത്തരൂപമാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് അങ്ങനെ ആ ഓഡ് വണ്ണിനെ ഔട്ട് ചെയ്തെടുക്കുന്നത് വെങ്കാല നൃത്തം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വെങ്കാല നൃത്തം. ഭരതനാട്യം ഏതിന്റെ ആയിരുന്നു? തമിഴ്നാടു.
വെങ്കല നൃത്തമാണോ? അതെ, അതിന്റെ ആൻസർ വെങ്കാല നൃത്തം എന്നുള്ളതാണ്. അതായത് ഭരതനാട്യം എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ദേശീയ കലാരൂപമാണ് ഭരതനാട്യം കേട്ടോ. ഇന്ത്യയുടെ ദേശീയ കലാരൂപം ഭരതനാട്യമാണ്. ദെൻ ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നു. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നു. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ചു. തമിഴ്നാട്ടിൽ ഇന്ത്യയുടെ ദേശീയ കലാരൂപമാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ചു. ഇത്രയുമാണ്. ഇപ്പൊ ഈ യക്ഷഗാനം എന്ന് പറയുന്നത് കേരളത്തിലും ഉണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചോണം. പിന്നെ കർണാടക മാത്രമല്ല, കേരളത്തിന്റെ അങ്ങ് വടക്കേ അറ്റത്തേക്ക് പോകുമ്പോൾ അവിടെ കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിൽ നമുക്ക് യക്ഷഗാനം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് കേരളത്തിൽ ക്ലാസിക്കൽ പദവിയുള്ള കേരളത്തിലെ 2 കലാരൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൂടിയാട്ടം. ക്ലാസിക്കൽ പദവി കൂടിയാട്ടമല്ല, കഥകളിയും മോഹിനിയാട്ടവുമാണ്. ക്ലാസിക്കൽ പദവിയുള്ള കേരളത്തിലെ നൃത്തരൂപങ്ങൾ എന്ന് പറയുന്നത് കഥകളിയും മോഹിനിയാട്ടവുമാണ്. കൂടിയാട്ടം പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കലാരൂപമാണ് കൂടിയാട്ടം. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കലാരൂപമാണ്. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപം. അതൊരു ഓപ്ഷനായിട്ട് ഒരിക്കൽ ചോദിച്ചതാണ് പരീക്ഷയ്ക്ക്. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപം. ദെൻ പരമ്പരാഗത നാടക അഭിനയ രൂപം. പരമ്പരാഗത നാടക അഭിനയ രൂപം. പിന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ കലാരൂപം. 2001 കൂടിയാട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 2001 കേട്ടോ. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നേരത്തെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. യെസ്, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സംഭവങ്ങളിൽ ആദ്യം നടന്നത് ഏതാണ്? സത്യാഗ്രഹം. അത് ഞാൻ ആ നോട്ട് തന്നിരിക്കുന്നതിനകത്തിൽ ആ കോളം വൈസ് അത് തന്നിട്ടുണ്ട്. ദെൻ ഫ്ലാജെല്ലം ഏത് ജീവിയുടെ സഞ്ചാര അവയവമാണ്? യെസ്, യുഗ്ലീനയുടേതാണ് ഫ്ലാജെല്ലം. യുഗ്ലീനയുടെ സഞ്ചാര അവയവമാണ്. അടുത്തത് യെസ്, ഈ 71ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, ക്ലാസ്സിലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായി ഉപയോഗിക്കും, അതിന്റെ ആൻസർ ഒന്ന് പറയാവോ? എന്റെ റേഞ്ച് പോയേ. എംബോസ്ഡ് മാപ്പ്. ഓക്കെ, അതിങ്ങനെ ഉപരിതലത്തിൽ നിന്ന് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, എംബോസ് ചെയ്ത് വരുന്നതാണ്. എംബോസ് ചെയ്ത്. അപ്പൊ നമുക്ക് കുഞ്ഞിന് എന്ത് ചെയ്യാം, തൊട്ടു നോക്കിയല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. കുഞ്ഞു മക്കൾക്ക് നമ്മളിപ്പോ പറയത്തില്ലേ, എന്താ പറയുക, ഇപ്പം ഒരു ഭൂപടം ഉണ്ടാക്കുക, മറ്റു കുട്ടികൾ വരച്ച അല്ലെങ്കിൽ കണ്ടു പഠിക്കുമ്പോൾ നമ്മുടെ ആ കാഴ്ചാപരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നത് അവർക്ക് തൊട്ടു നോക്കി കാര്യങ്ങൾ അറിയാം. അതായത് ഉപരിതലത്തിൽ, അതായത് ആ നോർമൽ പ്ലേസിൽ നിന്ന് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന തരത്തിലുള്ള രൂപത്തിലുള്ള ഇതാണ് അവർക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, സത്യാഗ്രഹമാണ് ആദ്യത്തേത്. അതെ. അത് ടീച്ചറെ ഞാനൊരു നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഏത് വർഷമാണ് അതൊന്ന് എടുത്തു വെച്ച് നോക്കണേ ടീച്ചറെ. ആ നോട്ട്സിനകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതെല്ലാം ഈ സ്റ്റഡി മെറ്റീരിയലിനകത്തിലുള്ളതാണ്. അടുത്തത് സ്ഫടിക ഗ്ലാസ്സിലെ ജലത്തിൽ ഭാഗികമായി മുങ്ങിയിരിക്കുന്ന ഒരു പേന കാഴ്ചയിൽ ഒടിഞ്ഞതായി തോന്നുന്നതിന് കാരണം? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. അടുത്തത്
കുടിവെള്ള അണുനശീകരണ രീതിയിൽ ഒന്നായ ക്ലോറിനേഷനിൽ ഉപയോഗപ്പെടുത്തുന്ന പദാർത്ഥം. ഈ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും അണുനശീകരണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഓസോൺ ഈ ട്രീറ്റ്മെന്റ് എടുക്കും, ദെൻ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കും, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കും, UV റേസ് കടത്തിവിട്ടും അണുനശീകരണം നടത്താറുണ്ട്. ഇതെല്ലാം തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അണുനശീകരണമാണ് ജലത്തിൽ. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് ക്ലോറിനേഷൻ ഉപയോഗിക്കുന്നത് ഏതിലാണെന്നാണ്. ഏതിലാണ്? ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ ആണ്. ബാക്കി എല്ലാം തന്നെ അണുനശീകരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ തന്നെയാണ്. അടുത്തത് നിശാന്തത പോലുള്ള നൈറ്റ് ബ്ലൈൻഡ്നസ് പോലെയുള്ള നേത്ര വൈകല്യങ്ങൾ വരാതിരിക്കാൻ ഒരാളുടെ ഭക്ഷണത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തു ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. വളരെ എന്താ പറയുക, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവരൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഏതാണ്? നാരങ്ങ, ക്യാരറ്റ്, കടല, പയറ്. ക്യാരറ്റ് ആണ്. അപ്പൊ കണ്ണിന് നമുക്ക് ഏറ്റവും വേണ്ടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. വൈറ്റമിൻ എ ആണ്. അപ്പൊ ഇലക്കറികള്, ദെൻ പച്ചക്കറികള്, ക്യാരറ്റ്, ഇതിനകത്തിലൊക്കെ എന്താ ഉള്ളത്? വൈറ്റമിൻ എ ആൽ സമ്പുഷ്ടമാണ് ഇതെല്ലാം. അപ്പൊ കണ്ണിന്റെ എന്ത് പ്രശ്നത്തിനും നമ്മൾ വൈറ്റമിൻ എ ആണ് കഴിക്കേണ്ടത്. അപ്പൊ അവര് ചോദിച്ചിരിക്കുന്നതാണ് കണ്ണിലെ അസുഖം വരാതിരിക്കാൻ എന്താ കഴിക്കേണ്ടതെന്ന്. ക്യാരറ്റ് ആണ്. നാരങ്ങയിൽ ഏത് വൈറ്റമിനാ കൂടുതലായിട്ടുള്ളത്? വൈറ്റമിൻ സി. വൈറ്റമിൻ സി. വൈറ്റമിൻ സി. അസ്കോർബിക് ആസിഡ് അല്ലേ? വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണ്? സിട്രിക് ആസിഡ് ആണ്. ഇതിന്റെ അസ്കോർബിക് ആസിഡ് എന്നല്ല അതിന്റെ എന്താ പറയുന്നത്? കെമിക്കൽ ഇത് വരുന്നത്, രാസനാമം. അപ്പൊ ഈ പുളിയുള്ള സാധനങ്ങൾ, ഓറഞ്ച്, ദെൻ നാരങ്ങ, നെല്ലിക്ക, അതിനകത്തിലൊക്കെ എന്തോ ഉണ്ട്? വൈറ്റമിൻ സി ഉണ്ട്. പക്ഷെ ഒരു പ്രത്യേകതയും കൊണ്ട് വൈറ്റമിൻ സി എന്ത് ചെയ്യും? ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന. കടലയിലും പയറിലും ഒക്കെ ഏത് പോഷകമാണ് കൂടുതലായിട്ടുള്ളത്? പ്രോട്ടീൻ, മാംസ്യമാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. കടലയിലും പയറിലും ഒക്കെ മാംസ്യമാണ് കൂടുതലായിട്ടുള്ളത്, പ്രോട്ടീൻ ആണുള്ളത് കേട്ടോ. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏതാണ് ടീച്ചറെ? വൈറ്റമിൻ സി. വൈറ്റമിൻ സി. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്നത് വൈറ്റമിൻ സി. അടുത്തത് നോക്കിക്കേ. അന്തരീക്ഷത്തിലെ വായുവിന്റെ ഘടകങ്ങൾ രേഖപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ ഗ്രാഫിക് ഓർഗനൈസർ ഏതാണ്? പൈ ഡയഗ്രം ആണ്. അറിയാമോ പൈ ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൃത്തം വരച്ചിട്ട് അതിൽ ഓരോ ആംഗിൾസ് ഇങ്ങനെ വരച്ചിട്ട് ഓരോ കളർ. ഇപ്പൊ ഏറ്റവും അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജൻ അല്ലേ? നൈട്രജൻ. ആ ഒരു വട്ടം വരയ്ക്കും നമ്മൾ. എന്താ പറയുക, ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിനകത്തില് നൈട്രജന്റെ ഭാഗം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ വരുന്നു, ദെൻ ആർഗൺ, അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് പോകത്തില്ല. അങ്ങനെ വരയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പൈ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അന്തരീക്ഷത്തിലെ വായുവിന്റെ ഘടകങ്ങൾ രേഖപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ ഓർഗനൈസർ എന്ന് പറയുന്നത് എന്താണ്? പൈ ഡയഗ്രം. ഇപ്പൊ വെൻ ഡയഗ്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ വായിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ശനി, വ്യാഴം എന്നീ 2 ഗ്രഹങ്ങളുടെ സാമ്യവും വ്യത്യാസവും മനസ്സിലാക്കാൻ ഉപയോഗിക്കാവുന്ന ഈ പറഞ്ഞത് കണക്ക് എന്താണ്? ഗ്രാഫിക് ഓർഗനൈസർ ഏതാണ്? വെൻ ഡയഗ്രം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ നേരത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. അതായത് ശനി അതുപോലെ വ്യാഴം, ഈ 2 ഗ്രഹങ്ങളുടെ സാമ്യവും വ്യത്യാസവും മനസ്സിലാക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ പിക്ടോറിക് റെപ്രസെന്റേഷൻ ഏതാണെന്ന് ചോദിച്ചു. അത് വെൻ ഡയഗ്രം. എങ്ങനെയാ വെൻ ഡയഗ്രം വരയ്ക്കുന്നത്? നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. 2 സർക്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ കോമൺ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും? സാമ്യങ്ങൾ മാർക്ക് ചെയ്യും അല്ലേ? എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എന്ത് ചെയ്യും? അല്ലാതെ ബാക്കി വരുന്ന ഭാഗങ്ങളിലും മാർക്ക് ചെയ്യും. അതാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ടീച്ചറെ, അന്തരീക്ഷത്തിലെ വായുവിന്റെ ഘടകങ്ങൾ രേഖപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ ഗ്രാഫിക് ഓർഗനൈസർ എന്ന് പറയുന്നത് പൈ ഡയഗ്രം ആണ്. പൈ ഡയഗ്രം. പൈ ഡയഗ്രം നമ്മളിപ്പോ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളതിങ്ങനെ ഡിഫറെന്റ് കളേഴ്സിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. അതാണ് പൈ ഡയഗ്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വട്ടം വരയ്ക്കുന്നു, ആ വട്ടത്തിന് ഏറ്റവും കൂടുതൽ നൈട്രജൻ മാർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഏതാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുന്നു, അങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നതാണ്.
വെൻ ഡയഗ്രാം ടീച്ചറെ സാമ്യവും വ്യത്യാസവും ഏതെങ്കിലും രണ്ടെണ്ണം ഇപ്പൊ നമ്മളിപ്പോ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇതായിരുന്നു. ശനി വ്യാഴം എന്നീ 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും മനസ്സിലാക്കാൻ ഉപയോഗിക്കാവുന്ന ഗ്രാഫിക് ഓർഗനൈസർ അല്ലെങ്കിൽ പിക്ടോറിക് റെപ്രസെന്റേഷൻ ഏതാണെന്ന് ചോദിക്കും. അത് വെൻ ഡയഗ്രാം ആണ്. വെൻ ഡയഗ്രാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ട്രീ ഡയഗ്രാം, ഒരു നമ്മൾ കുടുംബത്തെ പറ്റിയൊക്കെ പഠിക്കുന്ന ഉടനെ നമുക്ക് അവിടെ ഉപയോഗിക്കാം ട്രീ ഡയഗ്രാം. ഇപ്പൊ സൈക്കിൾ ഡയഗ്രാം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? സൈക്കിൾ ഡയഗ്രാം. ഇപ്പൊ then ഹൈഡ്രജൻ സൈക്കിൾ അല്ലെ, അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? സൈക്കിൾ ഡയഗ്രാംസ് ആണ് അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ടീച്ചർ? അതിന്റെ ഉത്തരം പൈ ഡയഗ്രാം. അതെ ടീച്ചർ, പൈ ഡയഗ്രാം ആണ്. അത് അതെന്താണെന്ന് ഞാൻ വരച്ചിട്ട് ഞാനത് സാറിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടാവത്തില്ലായിരിക്കും. ആ പൈ ഡയഗ്രവും പൈ ഡയഗ്രവും വെൻ ഡയഗ്രത്തിന്റെ ഓരോ എക്സാമ്പിൾസ് ഞാൻ വരച്ചിട്ട് സാറിന് ഞാനത് സെൻഡ് ചെയ്തേക്കാം. സാർ അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം, അപ്പൊ അറിയാൻ പറ്റും. ഇത് പറയൂ, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ അഭികാരകങ്ങൾ അഥവാ സൈക്കിൾ ഡയഗ്രാം ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരുമോ? അത് സൈക്ലിക് റെപ്രസെന്റേഷൻ വരത്തില്ല. ഇപ്പൊ നമ്മൾ വാട്ടർ സൈക്കിള് അതെന്തെങ്കിലും ആരോട്ട് നമ്മളിങ്ങനെ സൈക്കിളായിട്ട് റെപ്രസെന്റ് ചെയ്യത്തില്ല. ഇപ്പൊ മഴ പെയ്യുന്നു, ആ മഴവെള്ളം ചൂടാവുമ്പോ എന്തായിട്ട് മാറുന്നു? നീരാവിയായിട്ട് മാറുന്നു. നീരാവി എന്ത് ചെയ്യുന്നു? തണുത്തുറഞ്ഞ മേഘങ്ങളായിട്ട് മാറുന്നു. ആ മേഘങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു? മഴ പെയ്യുന്നു. അങ്ങനെ ഭൂമിയിൽ ഈ മഴ എന്ത് ചെയ്യുന്നു? വീണ്ടും ജലനീരാവിയായിട്ട് മാറുന്നു. അങ്ങനെ സൈക്ലിക് റെപ്രസെന്റേഷൻ ചെയ്യത്തില്ലേ നമ്മള്? അതാണ് സൈക്കിൾ ഡയഗ്രാം എന്ന് പറയുന്നത്. അടുത്തത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ അഭികാരങ്ങൾ ഏതൊക്കെയാണ്? റിയാക്ടൻസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ പറഞ്ഞിരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ പറഞ്ഞിരിക്കുന്നു, ഓക്സിജൻ വാട്ടർ പറഞ്ഞിരിക്കുന്നു, ഓക്സിജൻ ഗ്ലൂക്കോസ് പറഞ്ഞിരിക്കുന്നു. ഏതായിരിക്കാം? ഓക്സിജനും ജലവുമാണോ? ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടോ ടീച്ചറെ പ്രകാശ സംശ്ലേഷണത്തിന്? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും. കാർബൺ ഡൈ ഓക്സൈഡും ജലവും. കാർബൺ ഡൈ ഓക്സൈഡും ജലവും. പ്രകാശ സംശ്ലേഷണത്തിന് എന്തൊക്കെയാ വേണ്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൺലൈറ്റ്, ദെൻ സസ്യങ്ങളിലെ ഹരിതകം. ഇത് ഉപയോഗിച്ചിട്ടല്ലേ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്? സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ. മറന്നുപോട്ടെ. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഓക്സിജൻ. ടീച്ചറെ, എല്ലാ ജീവികളും ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്നിട്ട് പക്ഷെ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ എന്തിനെ പുറത്തുവിടുന്നു? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി ഓക്സിജനെ പുറത്തുവിടുന്നു. കേട്ടോ, അത് തിരിഞ്ഞു പോകരുത്. ശ്വസിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. അതൊക്കെ പരീക്ഷയ്ക്ക് ഓരോ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മൾ അന്നേരം എന്തോ എഴുതി വെക്കും? കാർബൺ ഡൈ ഓക്സൈഡ് എന്നങ്ങ് എഴുതും ഒറ്റ അടിക്ക്. പക്ഷെ അല്ല. അടുത്തത് ഇലമുളച്ചിയും പുതിയ സസ്യങ്ങൾ ഇലമുളച്ചും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന തിരിച്ചറിയുക എന്ന പഠന ലക്ഷ്യം നേടാൻ ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതം ഏതാണ്? ഒറ്റ സെക്കൻഡ് ടീച്ചർ, എന്താരോ എന്നോട് പറഞ്ഞു ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു. ഏതാ ടീച്ചറെ ക്ലിയർ ആവാത്തെ? ഞാൻ പറയുന്നത് ക്ലിയർ ആകാതുണ്ടോ നിങ്ങൾക്ക്? ടീച്ചറെ പ്രകാശ സംശ്ലേഷണം ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞുതരോ? ടീച്ചറെ, പ്രകാശ സംശ്ലേഷണത്തില് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് ഹരിതകവും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിതകം ഉപയോഗിച്ചാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൺലൈറ്റ്, ദെൻ ഹരിതകം. ഓക്കെ ടീച്ചറെ? അപ്പൊ അതിന്റെ ആൻസർ എന്തായിരുന്നു ടീച്ചർ? പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ്
ജലവുമാണ് ജലം. ജലം അതിന്റെ അല്ലായിരുന്നോ? ജലം, കാർബൺ ഡൈ ഓക്സൈഡും ജലവും. ഓക്കെ. അപ്പൊ ഇല മുളച്ചും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് തിരിച്ചറിയുക എന്ന പഠന ലക്ഷ്യം നേടാൻ ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതം ഏതാണ്? ഏതാ? ജൈവ പാർക്ക്. ജൈവ വൈവിധ്യ ഉദ്യാനം, ജൈവ വൈവിധ്യ പാർക്കാണ്. ഒരുപാടിടത്ത് ഒരു ക്വസ്റ്റ്യൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ ജൈവ വൈവിധ്യ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പൊ ഇതിനകത്തില് വേറെ കുറച്ച് ചോദിച്ചിട്ടുണ്ട്. ഹെർബേറിയം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹെർബേറിയം എന്ന് പറയുന്നത്? ഉണക്കിയ ചെടികളുടെ ശേഖരണത്തിന് ഹെർബേറിയം എന്ന് പറയാം കേട്ടോ. ഉണക്കിയ ചെടികളെ ഉണക്കി സൂക്ഷിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഹെർബേറിയം എന്ന് പറയുന്നത് കേട്ടോ. ചെടികളെ ഉണക്കി സൂക്ഷിക്കുന്നതാണ് ഹെർബേറിയം. ഓർക്കിഡേറിയം എന്ന് പറയുന്നത് എന്താണ്? ഓർക്കിഡ്സ് ആണ്. ഓർക്കിഡേറിയം എന്ന് പറഞ്ഞാൽ ഓർക്കിഡ്സ് വളർത്തുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഓർക്കിഡേറിയം എന്ന് പറയുന്നത്. വൈവേറിയം അഥവാ വിവേറിയം എന്ന് പറയുന്നത് എന്താണ്? വായുവിൽ ജീവിക്കുന്ന ജീവികളെ സംരക്ഷിക്കുന്നത്. നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടെ, എഴുതിയതല്ല, ഞാനിതെല്ലാം PDF അയച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർ വേണമെങ്കിൽ എഴുതിക്കണം. വായുവിൽ ജീവിക്കുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് വൈവേറിയം. അതായത് തുമ്പികള്, പക്ഷികൾ, ശലഭങ്ങൾ എന്നിവ. തുമ്പികൾ, പക്ഷികൾ, ശലഭങ്ങൾ, അതാണ് വൈവേറിയം. അടുത്തത് ടെറേറിയം. ആ ഹെർബേറിയത്തിന്റെ എന്നോട് പറയാവോ? ഉണക്കിയ ചെടികളുടെ ശേഖരണം. ഉണക്കിയ ചെടികളുടെ ശേഖരണം. ഹെർബേറിയം എന്ന് പറയുന്നത് ഉണക്കിയ ചെടികളുടെ ശേഖരണം. അത് ചെടിയായിട്ടോ ഇലയായിട്ടോ ഒക്കെ മാത്രം നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. ദെൻ അടുത്തത് എഴുതി വെച്ചിട്ട് വൈവേറിയം, വായുവിൽ ജീവിക്കുന്ന ജീവികൾ, അതായത് തുമ്പികള്, പക്ഷികള്, ശലഭങ്ങള്, ഇതൊക്കെയാണ് വൈവേറിയം. ദെൻ ടെറേറിയം, മണ്ണിൽ കാണുന്ന ജീവികളെ ഗ്ലാസ് ടാങ്കുകളിലെ മണ്ണിൽ വളർത്തുന്നതാണ് ടെറേറിയം. മണ്ണിൽ കാണുന്ന ജീവികളെ ഗ്ലാസ് ടാങ്കുകളിലെ മണ്ണിൽ വളർത്തുന്നത്. മണ്ണിൽ കാണുന്ന ജീവികളെ ഗ്ലാസ് ടാങ്കുകളിലെ മണ്ണിൽ വളർത്തുന്നു. അതായത് മണ്ണിര, തവള, ഒച്ച്, മണ്ണിൽ കാണുന്ന ഷഡ്പദങ്ങൾ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ടെറേറിയം എന്ന് പറയുന്നത്. ദെൻ അക്വേറിയം ഏതാണ്? മത്സ്യം. ജലജീവികൾ. മത്സ്യം എന്ന് പറഞ്ഞാൽ ജലജീവികളെ വളർത്തുന്നതാണ് അക്വേറിയം. ഈ ഒരു പോർഷനിൽ നിന്നും ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ. അതുപോലെ ജൈവ വൈവിധ്യ ഉദ്യാനം. അതെ, വിവേറിയത്തിന്റെ ഒന്നുകൂടെ ഒന്ന് പറയാം. അത് അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ജീവികളെ, വായുവിൽ ജീവിക്കുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിന്, വായുവിൽ ജീവിക്കുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇപ്പൊ തുമ്പി എങ്ങനെയാ സംരക്ഷിക്കുന്നേ? എങ്ങനെയാ വെച്ചാൽ അതിനെ നമ്മളിപ്പോ അക്വേറിയം പോലെ, അക്വേറിയത്തിൽ നമ്മൾ ജലത്തിൽ മത്സ്യങ്ങളെ വളർത്തുന്നത് പോലെ. ഇപ്പൊ ഞാൻ പറയാം, നമ്മളൊരു ശലഭ പാർക്ക് എന്ന് പറയുമ്പോൾ ആ ശലഭത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ പാർക്കിൽ ആ ശലഭങ്ങളെ സൂക്ഷിക്കുക. അതിനെ നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ അതിന് ഒരു ടെറേറിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ പക്ഷികളെ നമ്മൾ കൂട്ടിൽ വളർത്തുന്നില്ലേ? അതൊക്കെ നമുക്ക് എന്തിനകത്തിൽ ഉൾപ്പെടുത്താം? ഈ പറയുന്ന ടെറേറിയം സംവിധാനത്തിലേക്ക്, വിവേറിയം സംവിധാനത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഓർക്കിഡ്സ് ഇല്ലേ, നമ്മുടെ ഓർക്കിഡ് ചെടികള്, ഓർക്കിഡ്സ് ഇല്ലേ, ഓർക്കിഡ്സ്. ഓർക്കിഡിന്റെ ശേഖരമാണോ? അതിനെ വളർത്തണമെങ്കിൽ നമുക്ക് എന്താ പറയുക, നെറ്റ് സംവിധാനങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് വേണ്ടേ? അപ്പൊ എന്താണ്, എപ്പിഫൈറ്റ്സ് അല്ലേ ഓർക്കിഡ്സ് എന്ന് പറയുന്നത്? അതെ അതെ, ഓക്കെ ഓക്കെ, എപ്പിഫൈറ്റ്സ് ആണ്. അടുത്തത് 21-നകത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിപ്പോ അതിന്റെ ആൻസർ പറയുന്നില്ല കേട്ടോ. അതിൽ എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അടുത്തത് ജൈവ വൈവിധ്യ ഉദ്യാനം. ടീച്ചറെ, ജൈവ വൈവിധ്യ ഉദ്യാനം.
അടുത്തത് 21 ഞാൻ ഇപ്പൊ ആൻസർ പറയുന്നില്ല. ഏതാണെന്ന് പറയാമോ? എന്തോ ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് പറയാമോ? ഇപ്പൊ പറഞ്ഞതോ? ആ ടീച്ചറിന് അറിയില്ല എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. താഴെ പറയുന്ന സൂചകങ്ങൾ ഏത് പ്രക്രിയാശേഷിയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. അതിനകത്തില് ഒരു കൺഫ്യൂഷൻ എനിക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അടുത്തത് 22. താഴെ പറയുന്നവയിൽ ജന്തു വളർത്തലുമായി ബന്ധമില്ലാത്തത്: എപ്പിക്കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, എക്വാകൾച്ചർ, മാറികൾച്ചർ. ഹോർട്ടിക്കൾച്ചർ. അതെ, ഹോർട്ടിക്കൾച്ചർ. അത് ചെടി, പുഷ്പങ്ങളും അലങ്കാര ചെടികൾ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ വളർത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ എപ്പിക്കൾച്ചർ എന്താണ്? തേനീച്ച വളർച്ച. ദെൻ എക്വാകൾച്ചർ അലങ്കാര മത്സ്യങ്ങള്. അലങ്കാര മത്സ്യങ്ങൾ, ജലജീവികളെയൊക്കെ വളർത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്? അക്വാകൾച്ചർ എന്ന് പറയുന്നത്, ജലജീവികൾ. ദെൻ മാറികൾച്ചറോ? അത് ഈ കടലിൽ വളരുന്ന ജീവികൾ. കടലിൽ വളരുന്ന കടലിലുള്ള ജീവികളെയൊക്കെ വളർത്തുന്നതാണ് മാറികൾച്ചർ എന്ന് പറയുന്നത്. പിസികൾച്ചർ എന്താണ്? മത്സ്യങ്ങളെ വളർത്തുന്നതിനാണ് പിസികൾച്ചർ എന്ന്. ക്യൂണികൾച്ചർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യൂണികൾച്ചർ വളർച്ച. ഓക്കെ ഓക്കെ, അതറിയാം. അടുത്ത നോക്കിക്കേ. മരം ഒരു ആവാസ വ്യവസ്ഥയാണ് എന്ന പിസികൾച്ചർ മത്സ്യം വളർത്തലാണ് ടീച്ചറെ. പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ പ്യുവർലി മത്സ്യമാണ്. പൈസസ് എന്നാണ് നമ്മൾ ഫിഷസിന് പറയുന്നത്. പൈസസ് എന്നല്ലേ പറയുന്നത്? അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ് ക്യൂണികൾച്ചർ. ഓക്കെ. ദെൻ മരം ഒരു ആവാസ വ്യവസ്ഥയാണ് എന്ന പ്രസ്താവനയോട് യോജിക്കാത്തത്. അതിനകത്ത് തന്നിരിക്കുന്നത് എല്ലാം എന്താണ്? മരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കൺഫ്യൂഷനാണ്. ആവാസ വ്യവസ്ഥ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യോജിക്കാത്തതെന്നാണ്. ജീവജാലങ്ങൾക്ക് മരം ഭക്ഷണം നൽകുന്നു. ശരിയാണല്ലോ അല്ലേ? ദെൻ പല സസ്യങ്ങളും ജന്തുക്കളും മരത്തെ വാസസ്ഥലമാക്കുന്നു. ദെൻ മരങ്ങളിൽ തായ്വേര് പടലമുള്ളവയും നാരുവേര് പടലമുള്ളവയും ഉണ്ട്. അടുത്തത്, മരങ്ങൾ ചുറ്റുപാടുമുള്ള വായു, ജലം, സൂര്യപ്രകാശം എന്നിവയെ പ്രയോജനപ്പെടുത്തുന്നു. ഏതാണ്? അല്ലാത്തത്. അതെ, മരങ്ങളിൽ തായ്വേര് പടലമുള്ളവയും നാരുവേര് പടലമുള്ളവയും ഉണ്ട് എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ അത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സസ്യങ്ങളുടെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് പഠിച്ചാൽ മതി. എന്ത്? തായ്വേര് പടലം ഉള്ളവയും നാരുവേര് പടലം ഉള്ളവയും ഉണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു സസ്യത്തിന്റെ പ്രത്യേകത പഠിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അത് ബൈക്കോട്ടാണോ മോണോക്കോട്ടാണോ എന്ന് പഠിക്കാൻ വേണ്ടി, ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ എന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ തായ്വേര് പടലോ നാരുവേര് പടലോ ഒക്കെ നമ്മൾ പഠിക്കും. പക്ഷെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ജീവജാലങ്ങൾക്ക് മരം ഭക്ഷണം നൽകുന്നുണ്ട്. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ മരത്തെ എന്ത് ചെയ്യുന്നു? വാസസ്ഥലമാക്കുന്നുണ്ട്. ദെൻ മരങ്ങൾക്ക് ചുറ്റുപാടുമുള്ള വായു, ജലം, സൂര്യപ്രകാശം. മരങ്ങൾ ചുറ്റുപാടുമുള്ള വായു, ജലം, സൂര്യപ്രകാശം എന്നിവയെ പ്രയോജനപ്പെടുത്തുന്നത് എല്ലാം എന്താണ്? ആവാസ വ്യവസ്ഥയുമായി, എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അല്ലാത്തത് ഏതാണ്? ആൻസർ സി ആണ്. ഓക്കെ. ഇനി അടുത്തത്, തണുത്ത വെള്ളമുള്ള കുപ്പിയുടെ പുറത്ത് ജലകണികകൾ രൂപപ്പെടുന്ന പ്രക്രിയ ഏതാണ്? സാന്ദ്രീകരണമാണ്. സാന്ദ്രീകരണം. കണ്ടൻസേഷൻ ആണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് കണ്ടൻസേഷൻ എന്നുള്ള വാക്കാണത്. കണ്ടൻസേഷൻ. അടുത്ത നോക്കിക്കേ. പ്രൈമറി ക്ലാസ്സിൽ ഗണിതം, പ്രവൃത്തി പരിചയം, പരിസര പഠനം എന്നിവയുടെ ഉയർന്ന തലത്തിലുള്ള ഉദ്ഗ്രഥനം സാധ്യമാകുന്ന ഒരു പഠന പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതൊക്കെ വിഷയമാണ്? ഗണിതം വേണം, പ്രവൃത്തി പരിചയം വേണം, പരിസര പഠനം വേണം. ഇതെല്ലാം കൂടെ ഉദ്ഗ്രഥനമാണല്ലോ. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും നമ്മൾ എന്ത് പഠിപ്പിക്കുന്നുണ്ട്?
ഉദ്ഗ്രഥനമല്ലേ? വിഷയങ്ങളെ എന്ത് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്? ഉദ്ഗ്രഥിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്, അല്ലെ? ഇന്റഗ്രേഷൻ ആണ് ഒന്നിലും രണ്ടിലും നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഏതൊക്കെ വിഷയങ്ങൾ തമ്മിലാണ് ഉദ്ഗ്രഥനം നടക്കുന്നത്? ഗണിതമുണ്ട്, പരിസര പഠനമുണ്ട്, പ്രവൃത്തി പരിചയമുണ്ട്, ആർട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് ചോദിച്ചിരിക്കുന്ന 3 വിഷയങ്ങളാണ്. ഉദ്യാനത്തിൽ ചെടികളുടെ വളർച്ച താരതമ്യം ചെയ്യുന്നു. വേര് ജലം വലിച്ചെടുക്കുന്നുവെന്ന് പരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്നു. ജലത്തിൽ ഉണങ്ങിയ മൺകട്ടയിട്ട് വായുവിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു. വ്യത്യസ്ത തരം മണ്ണുകൾ ജലത്തിൽ കലക്കി ജൈവാംശം കൂടുതലുള്ള മണ്ണ് കണ്ടെത്തുന്നു. ഏതായിരിക്കാം ഉദ്ഗ്രഥനം? ഇന്റഗ്രേഷൻ വരുന്ന ഏതാ? ചെടികൾ നട്ട് വളർച്ച താരതമ്യം ചെയ്യുന്നു. ഉദ്യാനത്തിൽ ചെടികൾ നട്ട് വളർച്ച താരതമ്യം ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്ത് എന്താണ്? നടുക, ചെടി നടുക എന്ന് പറയുമ്പോ എന്ത് വരുത്താം നമുക്ക് അവിടെ? എന്തുമായിട്ട് ബന്ധപ്പെടുത്താം? പ്രവൃത്തി പരിചയവുമായിട്ട് ബന്ധപ്പെടുത്താം, അല്ലെ? ഒരു ഉദ്യാനത്തില് നമ്മൾ ചെടികളൊക്കെ എങ്ങനെ വെക്കണം, അല്ലെങ്കിൽ എത്ര വെക്കണം, അല്ലെങ്കിൽ ആ താരതമ്യം വലുത് ചെറുത് എന്ന് പറയുന്ന ആ താരതമ്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടു വരുന്നു? വലുത് ഏത്, ചെറുത് ഏത് എന്നൊക്കെ കണക്കുമായിട്ട് ബന്ധപ്പെടുന്നില്ല. പിന്നെ അവയുടെ മറ്റു താരതമ്യം, പൂക്കുന്നവ ഏതാണ് അല്ലെങ്കിൽ പൂക്കാത്തവ ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു താരതമ്യം കൊച്ചിന് ചെയ്യത്തില്ലേ? അപ്പൊ അതെന്ത് ഏതുമായിട്ട് ബന്ധപ്പെടുത്താം? പരിസര പഠനം. ബാക്കി പറയുന്നതെല്ലാം എന്താണ്? പരിസര പഠനമാണ്, അല്ലെ? വേര് ജലം വലിച്ചെടുക്കുന്നത് പരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്നു. നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിൽ ഈ മഷിത്തണ്ടെന്ന് പറയുന്ന ചെടിയെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ മഷി കലക്കിയ വെള്ളത്തിലിട്ടിട്ട് നോക്കും. അപ്പം നമുക്കറിയാം ആ വേരിനകത്ത്, ആ മഷിത്തണ്ടിനകത്തൂടെ ഇങ്ങനെ ഒരു ചെറിയ കളർ ചേഞ്ച് ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പൊ ചെടി എന്ത് ചെയ്യുന്നു? വേരെന്ത് ചെയ്യുന്നു? ജലം വലിച്ചെടുക്കുന്നു എന്ന പരീക്ഷണമാണ്. അത് പ്യുവർലി എന്താണ്? പരിസര പഠനമാണ്. ജലത്തിൽ ഉണക്കിയ മൺകട്ടകളിട്ട് വായുവിന്റെ സാന്നിധ്യം, ഉണങ്ങിയ മൺകട്ട ജലത്തിലേക്ക് ഇടുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും? കൊമളകൾ പുറത്തു പോകും, അല്ലെ? അതെന്തുകൊണ്ടാണ്? അതിനകത്ത് ആ അറയിലിരിക്കുന്ന വായു പുറത്തു പോകുന്നതാണ് ആ കുമിളകൾ വരുന്നത്. അതും എന്ത് തന്നെയാണ്? ഇറ്റ്സ് ഓൾസോ പ്യുവർലി EVS. ദെൻ വ്യത്യസ്ത തരം മണ്ണുകൾ ജലത്തിൽ കലക്കി ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏതെന്ന് കണ്ടുപിടിക്കുന്നതും എന്തു തന്നെയാണ്? പരിസര പഠനമാണ്. പക്ഷെ അവിടെ ഒന്നും എന്ത് വന്നിട്ടില്ല? ഗണിതമോ പ്രവൃത്തി പരിചയമോ ഒന്നും നമുക്കവിടെ ഒരു ഇന്റഗ്രേഷന്റെ സാധ്യത അവിടെ വന്നില്ല. ഓക്കെ, അതിനിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഇന്റഗ്രേഷൻ സൈക്കോളജിയുമായി ഏത് ബന്ധപ്പെട്ട് വരും? ഏത് തിയറിയുമായി ബന്ധപ്പെട്ട് വരും ഇന്റഗ്രേഷൻ? ചാക്രികാരോഹണം, ഗസ്റ്റാൾട്ടിസം ആണ്. ഗസ്റ്റാൾട്ടിസം, സമഗ്രമായ പഠനം. ഗസ്റ്റാൾട്ടിസം ആണ്. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത. 1ലും 2ലും എല്ലാ വിഷയങ്ങളും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 3ലും 4ലും ഏതാ ഇന്റഗ്രേഷൻ വരുന്നത്? പരിസര പഠനം. സയൻസ്, സോഷ്യൽ സയൻസ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ 3ലും 4ലും? ഇല്ല. പരിസര പഠനമാണ്. ഇതിൽ ആൻസർ എന്തോ? ആൻസർ ഒന്നാമത്തേത് ടീച്ചർ A ആണ്. ഓപ്ഷൻ A ആണ്. മിസ് ഗസ്റ്റാൾട്ടിസം സമഗ്രതാവാദം അത് പറഞ്ഞത് എന്താണെന്ന്? ഈ ഇന്റഗ്രേഷന്റെ പിന്നിലുള്ള മനഃശാസ്ത്ര തത്വം എന്ന് പറയുന്ന ഗസ്റ്റാൾട്ടിസം ആണ്. ഉദ്ഗ്രഥനത്തിന്റെ ബിഹൈൻഡ് ദ പിന്നെ തിയറി എന്ന് പറയുന്ന, സൈക്കോളജിക്കൽ തിയറി എന്ന് പറയുന്നത് ഗസ്റ്റാൾട്ടിസം ആണ്. വിനിമയത്തിന് അഭിമുഖം എന്ന പഠനതന്ത്രം കൂടുതൽ അനുയോജ്യമായ ആശയം. ഇപ്പൊ എന്താണ് വിനിമയത്തിന് അഭിമുഖം? നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് വിനിമയ തന്ത്രങ്ങൾ നമ്മൾ ക്ലാസ്സുകളിൽ ഉപയോഗിക്കും. അതില് അഭിമുഖത്തിന് ഏറ്റവും പ്രധാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യക്തി ശുചിത്വം, രാത്രിയും പകലും ഉണ്ടാകുന്നത്, മണ്ണിലെ ജീവികൾ, ചിത്രശലഭത്തിന്റെ ജീവിതചക്രം. ഏതാണ് ഇതിനകത്തിൽ അഭിമുഖം ഉപയോഗിക്കാൻ പറ്റുന്നത്? നമുക്കറിയാം വിനിമയത്തിന് ഒരുപാട് തന്ത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? ഫീൽഡ് ട്രിപ്പ് യൂസ് ചെയ്യാറുണ്ട്, ദെൻ അഭിമുഖം യൂസ് ചെയ്യാറുണ്ട്, നിരീക്ഷണം യൂസ് ചെയ്യാറുണ്ട്,
പ്രോജക്റ്റ് യൂസ് ചെയ്യാറുണ്ട്, ചർച്ചയുണ്ട്, സെമിനാർ ഉണ്ട്, സിമ്പോസിയം, പാനൽ ഡിസ്കഷൻ ഉണ്ട്, ശേഖരണമുണ്ട്. അങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? ക്ലാസ് റൂം വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം പഠന തന്ത്രങ്ങളാണ്. ഈ പഠനതന്ത്രത്തിൽ അഭിമുഖം ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യക്തി ശുചിത്വം, ദെൻ രാത്രിയും പകലും ഉണ്ടാകുന്നത്, മണ്ണിലെ ജീവികൾ, ചിത്രശലഭത്തിന്റെ ജീവിതചക്രം. ഏതായിരിക്കാം? വ്യക്തി ശുചിത്വം. അപ്പൊ നമുക്കൊരു ഡോക്ടറോടോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകയോടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? വ്യക്തി ശുചിത്വത്തെ പറ്റി നമുക്കൊരു അഭിമുഖം നടത്താം. അതേസമയം മണ്ണിലെ ജീവികളെ പറ്റി കുട്ടി പഠിക്കാൻ എന്തായിരിക്കാം ഇവിടെ ഉപയോഗിക്കുക? നിരീക്ഷണം ചെയ്താൽ പോരെ? മണ്ണിലെ ജീവികളെ പറ്റി പഠിക്കാൻ നിരീക്ഷണം മതി. ദെൻ ചിത്രശലഭത്തിന്റെ ജീവിതചക്രം പഠിക്കാൻ കുട്ടിക്ക് എന്ത് യൂസ് ചെയ്യാം? അത് നിരീക്ഷണം നടത്താം. അവനൊരു പ്രോജക്റ്റ് കൊടുത്തൂടെ നമുക്ക്? കൊടുക്കാം. അത് ചെയ്യാം. പിന്നെ നവകേരള മിഷൻ കർമ്മ പദ്ധതിയുടെ കീഴിൽ പുതുതായി കൂട്ടിച്ചേർത്ത ഇനം ഏതാണ്? ഓപ്ഷൻ സി കേരള പുനർനിർമ്മാണ പദ്ധതിയാണ്. കേരള പുനർനിർമ്മാണ പദ്ധതി. ഹരിത കേരളം, ആർദ്രം, ലൈഫ് മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഇതെല്ലാം എവിടെ ഉണ്ടായിരുന്നു? ആദ്യമേ ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. ഇപ്പൊ അതിനകത്തില് പുനർനിർമ്മാണ കേരള പുനർനിർമ്മാണ പദ്ധതി. അടുത്തത് താഴെ പറയുന്നവയിൽ നാഷണൽ പാർക്കിന് ഉദാഹരണം ഏതാണ്? അതെ, പാമ്പാടും ചോലയാണ്. കേരളത്തിൽ ഏതൊക്കെയാണ് നാഷണൽ പാർക്കുകൾ ഉള്ളതെന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ച് എഴുതി എല്ലാം മുമ്പോട്ട് പോയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? ഏതൊക്കെ പാർക്കുകൾ എഴുതിയിട്ടില്ലേ? ഉണ്ട്. പറയണോ ആർക്കെങ്കിലും വേണ്ടി? ഒന്ന് പറയോ ടീച്ചറെ? പറഞ്ഞുതരാം. ഞാനൊന്ന് എടുത്തോട്ടെ, ഒരു സെക്കൻഡ്. പെരിയാർ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളാണ്. പെരിയാർ, ഇരവികുളം, സൈലന്റ് വാലി, പെരിയാർ, ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ആനമുടി ചോല. പെരിയാർ, ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ആനമുടി ചോല. എഴുതിയോ? ഇതിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് ഇരവികുളമാണ്. പക്ഷെ ഞാൻ അവിടെ ഒരു ഇത് പറഞ്ഞായിരുന്നു. ശരിക്കും പെരിയാർ 305 കിലോമീറ്റർ സ്ക്വയർ ഉണ്ട്. പക്ഷെ PSCയുടെ ആൻസർ കീയിൽ എപ്പോഴും ഇരവികുളമാണ് പറയുന്നത്. ഇരവികുളം അത് 97 കിലോമീറ്റർ സ്ക്വയർ ആണുള്ളത് ഇരവികുളം. ഏറ്റവും ചെറിയതാണ് പാമ്പാടും ചോല കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടും ചോല. അതാണ് ഏറ്റവും പുതിയ ദേശീയ ഉദ്യാനം എന്നും പറയുന്നത്. 1.32 കിലോമീറ്റേഴ്സേ ഉള്ളൂ. 1.32 കിലോമീറ്റർ സ്ക്വയർ. സംശയമുണ്ട്. എന്തോ? പറയൂ സർ. ഈ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഇതിനകത്ത് വരുന്നതാണ്? പറമ്പിക്കുളം ഇല്ല. ഇത്രേ ഉള്ളൂ സാർ. നമ്മുടെ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് ഇത്രയാണ്. പെരിയാർ, ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ആനമുടി ചോല. ഇത്രയുമാണ് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ. പിന്നെ ദേശീയ ഉദ്യാനങ്ങളുടെ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ദേശീയ ഉദ്യാനങ്ങളുടെ ജില്ല ഇടുക്കി. സൈലന്റ് വാലി ഏത് ജില്ലയിലാ? പാലക്കാട്.
വരയാടുകൾ കാണപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാ? വരയാടുകൾ. ഇരവികുളം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടും സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലിയാണ്. ചീവീടുകൾ ഇല്ലാത്ത ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. ചീവീടുകൾ ഇല്ലാത്ത ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനം എന്ന് പറയുന്നത് സൈലന്റ് വാലിയാണ്. കേരളത്തിലെ നിത്യഹരിത വനം. സിംഹവാലൻ കുരങ്ങുകളെ അവിടെ കാണപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തത് നിരന്തര വിലയിരുത്തൽ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി പഠന പ്രക്രിയ വിലയിരുത്താനുള്ള സൂചകങ്ങളുടെ കൂട്ടം. കേരളത്തിലെ ആദ്യത്തെ വലിയ ദേശീയോദ്യാനം ഇരവികുളമാണോ? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. ഇത് പറഞ്ഞ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി പഠന പ്രക്രിയ വിലയിരുത്താനുള്ള സൂചകങ്ങളുടെ കൂട്ടം ഏതാ? ഏതായിരിക്കും? ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ ഡി. ശേഷികൾ ആർജിക്കൽ. അതായത് തനിമ, പൂർണ്ണത, അനുയോജ്യമായ രൂപകൽപ്പന. 2 തീരുമാനമെടുക്കൽ, വിമർശനാത്മക ചിന്ത, സർഗാത്മകത. ദെൻ ആശയവിനിമയ ശേഷി, വികാരങ്ങളുമായി പൊരുത്തപ്പെടൽ, ദെൻ സഹഭാവം, എമ്പതി. ദെൻ ആശയധാരണ, ശേഷികൾ ആർജിക്കൽ, പ്രകടനം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ആശയധാരണയുണ്ടോ കുട്ടി? ആശയം ഗ്രഹിച്ചിട്ടുണ്ടോ? ദെൻ ശേഷികൾ, പ്രക്രിയാശേഷികളൊക്കെ കുട്ടി ആർജിച്ചിട്ടുണ്ടോ? അവന് പ്രകടനത്തിന് സാധ്യതയുണ്ടോ? അതാണ് നോക്കുന്നത് കേട്ടോ. അതായത് ഇത്രയും കാര്യങ്ങളാണ്. പ്രവർത്തനത്തിലെ പങ്കാളിത്തം, ആശയധാരണ, ശേഷികൾ ആർജിക്കൽ, പ്രകടനം അല്ലെങ്കിൽ അവതരണം, ദെൻ ഒന്നും കൂടെ ഉണ്ട് രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ തയ്യാറാക്കൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിരന്തര വിലയിരുത്തലിന് നോക്കുന്നത് കേട്ടോ. പ്രവർത്തനത്തിലെ പങ്കാളിത്തം, ആശയധാരണ, ദെൻ ശേഷികൾ ആർജിക്കൽ, പ്രകടനം അല്ലെങ്കിൽ അവതരണം, ദെൻ രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ തയ്യാറെടുപ്പ്. തയ്യാറാക്കൽ, രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ തയ്യാറാക്കൽ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. എവിടെ? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയില്. ടീച്ചർ അതിന്റെ മുമ്പേത്തെ ഒന്നുകൂടെ പറയണം. നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി ആശയധാരണ, ശേഷികൾ ആർജിക്കൽ, ദെൻ പ്രകടനം. ഓക്കെ ടീച്ചറെ, ആദ്യ വിമാനവാഹിനി കപ്പൽ ഏതാണ്? വിക്രാന്ത്, INS വിക്രാന്ത്. ടീച്ചറെ 2024 ഈ ഐക്യരാഷ്ട്രസഭ പ്രമേയം 2025 അങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞത് വർഷം അങ്ങനത്തെ ഒരുപാടുണ്ട്. ടീച്ചർ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതല്ലേ നേരത്തെ?
ഞാനതെല്ലാം അതിനകത്തില് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് നോക്കും, ഒത്തിരി ഉണ്ട്. ഇന്റർനാഷണൽ ഇയേഴ്സ് ഏത് വർഷം ടീച്ചർക്ക് വേണ്ടുന്നത്? 2014 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫാമിലി ഫാമിംഗ്. 2014 ഫാമിലി ഫാമിംഗ്. 2024 കെമേലിഡ്സ്. ഒട്ടക വർഷം എന്ന് ടീച്ചർ ചോദിച്ചില്ല, അത് 2024. അറിയാം ടീച്ചറെ. ഓക്കെ. പിന്നെ 23 മില്ലറ്റ്സ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്. 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്. 2025 എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ്. അങ്ങനെ 3 ഇന്റർനാഷണൽ ഇയർ ആയിട്ട് 2025 പ്രഖ്യാപിച്ചിട്ടുണ്ട്. എഴുതിക്കോളൂ, 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ്. ഗ്ലേഷ്യസ് അല്ലേ? ഗ്ലേഷ്യർ, മഞ്ഞ് പാളികൾ എന്ന് പറയുന്നത്. GLACIERS, ഗ്ലേഷ്യേഴ്സ്. അടുത്ത ടീച്ചറെ 3 ഉണ്ടല്ലോ. ഒന്ന് ക്വാണ്ടം സയൻസ് ഓഫ് ടെക്നോളജി, ഇന്റർനാഷണൽ ഇയർ ഓഫ് കോലിയസസ്. അടുത്ത ടീച്ചറെ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ്. 2025 പരിസ്ഥിതി ദിന പ്രമേയം ഏതായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കാം. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കാം. ഡൗട്ട് എന്ന് പറഞ്ഞുതരാം ടീച്ചറെ. പ്രകാശ സംശ്ലേഷണ സമയത്ത് നമ്മുടെ ഓക്സിജൻ കുറയുമല്ലേ ടീച്ചർ? അതൊക്കെ ടീച്ചറെ എന്താ പറയുന്നത്, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഓക്സിജൻ കിട്ടുന്നത് മതിയായിട്ട്. അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ എന്ത് പുറത്തുവിടുന്നു? ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു, ഓക്സിജനെ പുറത്തുവിടുന്നു അറ്റ് ദ ടൈം ഓഫ് ഫോട്ടോസിന്തസിസ്. എന്തോ? പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്നത് ഗ്ലൂക്കോസും കാർബൺ ഡൈ ഓക്സൈഡും ആണ് കണ്ടിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിന്റെ ഉത്തരം സ്വീകരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആ ടീച്ചർ. അതിനകത്തിലെ ആൻസർ ഞാൻ പറഞ്ഞില്ല, പരികല്പന രൂപീകരിക്കലാണോ ടീച്ചർ? എനിക്ക് അതിനകത്തില് ഒരു നല്ല സംശയം. അതിന്റെ ഊഹം പറയുന്നുടനെ അത് പരികല്പന, ഊഹത്തിന്റെ സാധ്യത പരിശോധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവിടെ പരികല്പന രൂപീകരിക്കൽ വരാം. ദത്തങ്ങളിൽ പാറ്റേണുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നവര് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് കണ്ടോ? അപ്പൊ അതൊന്നും എനിക്കൊരു കൺഫ്യൂഷനായിട്ട് കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഞാൻ ഒന്നും കൂടെ ഒന്നല്ല, വേറെ ആരോടെങ്കിലും കൂടെ ഒന്ന് ചോദിച്ചിട്ട് ഞാനത് ക്ലിയർ ചെയ്തിട്ട് സാറിന്റെ അടുത്ത് പറഞ്ഞേക്കാം ടീച്ചറെ. പിന്നെ എന്നോട് വേറൊരു സ്പീഷീസിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതും ആരോ സാറുമാർ അതിന്റെ ഒരു ഇത് പറഞ്ഞായിരുന്നു. അതും ഞാൻ ചോദിച്ചിട്ട്, അതായത് എന്തായിരുന്നു ഏറ്റവും കൂടുതൽ സ്പീഷീസുകൾ ഉള്ളത്, അതും ഞാൻ ചോദിച്ചിട്ട് പറയാം. പിന്നെ സാറേ ഇതിനകത്ത് എനിക്കൊരു 2 ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉണ്ട് സാറേ, അത് ഞാൻ നോക്കിയിട്ട് എന്തോ സാറേ, എന്തോ വേറൊന്നുകൂടെ പറഞ്ഞു? അറിയില്ല. പിന്നെ ഞാനൊരു 2 പിക്ചർ വരച്ച് സാറിന് അയച്ചു തരാം, അതും കൂടെ. ആയിക്കോട്ടെ, ഞാൻ കൊടുത്തേക്കാം ടീച്ചർ. അപ്പം സാറേ ഇന്ന് ക്ലാസ് തീരുകയാണ്. എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും. സാറേ ഇതിനകത്തില് ഞാനൊരു ഇതുവരോട് പറഞ്ഞു, പെഡഗോഗിക് പോർഷൻ കുറവായിരുന്നു സാറേ ഈ ക്വസ്റ്റിനകത്തിലേ. പക്ഷെ അത് മറ്റു വിഷയങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അല്ല, ഇതെന്തായിരിക്കും എന്നറിയാമോ? എനിക്കൊരു സംശയം. ഈ ടീച്ചേഴ്സ്, ഈ TTC-ക്കാർക്ക് ഇത് അധികം പഠിച്ചിട്ടുണ്ടാവത്തില്ല സാറേ. ടീച്ചേഴ്സ് കൂടുതൽ പേരും TTC കഴിഞ്ഞിരിക്കുന്ന ആളുകളല്ലേ? അതെ അതെ അതെ, സർവീസിലുള്ളത്. അപ്പം ഇവർക്കത് ധാരാളമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് ഇത് മാത്രമായിട്ടല്ല, അതിനകത്തിൽ കൂടെ കുറച്ചൊരു കോൺസെൻട്രേഷൻ കൊടുത്ത് തന്നെ വേണം പഠിച്ചു പോകാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് അതിന്റെ ക്ലാസിന്റെ റെക്കോർഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ വിഷയത്തിനും എടുത്തും കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വായിക്കണം. പിന്നെ എല്ലാവർക്കും എല്ലാ എന്താ പറയുക അനുഗ്രഹങ്ങളും
ആശംസകളും എല്ലാം നൽകുന്നു. ഓക്കെ, ടീച്ചറെ താങ്ക് യു. ടീച്ചറെ ടീച്ചറെ ഒരു ഡൗട്ട് ടീച്ചറെ. പറയൂ 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 സർ. ടീച്ചറെ ഞാൻ ഇന്ന് പുതുതായിട്ട് കയറിയാണ്. ആ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ളതൊക്കെ ഒന്ന് റീസെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇന്നോട്ടാ ഞാൻ കയറിയത്, ഇന്ന് അറിഞ്ഞതേ. ഏത് ക്വസ്റ്റ്യൻസാ സാറേ? ഈ ടീച്ചർ നേരത്തെ കുറിച്ച് മറ്റേ ടെക്സ്റ്റും അത് ഇതൊക്കെ കാണുമല്ലോ, ഒന്നുകൂടെ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ അല്ലേ സാറേ? ടീച്ചറെ ഞാൻ ഇന്നാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. ടീച്ചറെ നമ്മളിത് ഫ്രീ ആയിട്ടാണ് ടീച്ചറെ കൊടുത്തേക്കണത്, അതുകൊണ്ട് എല്ലാവർക്കും കയറാം. നമ്മളിപ്പോ ഇന്ന് അവസാനത്തെ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും കയറാൻ പാകത്തിന് ഓപ്പൺ ആക്കിയിട്ടേക്കാം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടാത്തത്. ഓ ശരി ശരി, ആയിക്കോട്ടെ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് നെക്സ്റ്റ് ആയിക്കോളൂ കേട്ടോ.